ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെർജിൻ കോക്കനട്ട് ഓയിലിന്റെ ഗുണങ്ങളും അതെങ്ങനെ ശരിയായി ഉപയോഗിക്കണം എന്നുള്ളതുമാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. എന്താണ് വെർജിൻ കോക്കനട്ട് ഓയിൽ, എന്താണ് മറ്റു കോക്കനട്ട് ഓയിലും ഇതും തമ്മിലുള്ള വ്യത്യാസം? ആദ്യം തന്നെ നമുക്ക് പറയാം, ഇതിനെ ബ്രെയിൻ ഫ്യൂവൽ എന്നാണ് വിളിക്കുന്നത് വെർജിൻ കോക്കനട്ട് ഓയിലിനെ. കാരണം ഇതിൽ ഒരുപാട് MCT, മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ മറ്റു കൊഴുപ്പുകളെ പോലെയല്ല ഇത്. ഈ കൊഴുപ്പ് പെട്ടെന്ന് അലിഞ്ഞു ചേരുകയും തുടർന്ന് കീറ്റോൺസ് ആയിട്ട് ലിവറിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഈ ലിവറിൽ എത്തിച്ചേരുന്ന കീറ്റോൺസ് നമുക്ക് ബ്രെയിനിന് ഒരു ഊർജ്ജ സ്രോതസ്സായിട്ട് ആക്ട് ചെയ്യുന്നു. അത്യാവശ്യം വരുന്ന സമയങ്ങളിൽ ബ്രെയിനിന് ഇത് ഊർജം നൽകുകയും ചെയ്യുന്നുണ്ട്. എന്താണ് കാരണം? സാധാരണ നമ്മുടെ ബ്രെയിൻ എവിടെ നിന്നാണ് ഊർജം എടുക്കാറ്? പ്രത്യേകിച്ചും ഗ്ലൂക്കോസിൽ നിന്നാണ് നമ്മുടെ ബ്രെയിൻ ഊർജം എടുക്കുന്നത്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട്, അത് പ്രായമാകാം, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് ആവാം, തെറ്റായ ഭക്ഷണ രീതികളാവാം, നമ്മുടെ ബ്രെയിനിന് ആവശ്യത്തിനുള്ള ഊർജം ലഭിക്കാതെ വരാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ രാവിലെ ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ വെറും വയറ്റിൽ നല്ല വിശപ്പോടുകൂടെ 1 ടീസ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ കഴിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഈ ഒരു പ്രവൃത്തി MCT, അതായത് മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതൊരു ഊർജ്ജ സ്രോതസ്സായിട്ട് ആക്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഇതിനെ ബ്രെയിൻ ഫ്യൂവൽ എന്ന് പറയുന്നത്. ഇത് എന്താണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ബ്രെയിനിന് നല്ലൊരു ഓർമ്മക്കുറവ് കുറയ്ക്കുന്നു. വയസ്സായവരിൽ, പ്രത്യേകിച്ച് ഒരു 60 വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള ആളുകളിൽ ഓർമ്മക്കുറവ് കുറയ്ക്കുന്നു. അതേപോലെ തന്നെ ബ്രെയിനിന് ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നു, കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നു, ബ്രെയിൻ ഫാഗ് ഒഴിവാക്കുന്നു. ഇതാണ് ഇത് ചെയ്യുന്നത്. ഇനി അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് ആന്റി മൈക്രോബിയൽ ഗുണങ്ങൾ ഒത്തിരിയുണ്ട്. ഇതിൽ ലോറിക് ആസിഡ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ രീതിയിലും ഫംഗസിനെതിരെ, ബാക്ടീരിയ, വൈറസിനെയൊക്കെ ഇതിന് തടുക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ഗട്ട് ഹെൽത്ത് ഇതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഗട്ട് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ കുടലിന്റെ ആരോഗ്യം ഇതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നു, അണുബാധ തടയാൻ കഴിയുന്നു. അതിനു പുറമെ നമുക്ക് പ്രതിരോധ ശക്തി തരാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? വെർജിൻ കോക്കനട്ട് ഓയിൽ നമുക്ക് നമ്മുടെ സ്കാൽപ്പിൽ, ഹെയറിൽ അല്ലെങ്കിൽ സ്കാൽപ്പിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാ രീതിയിലുള്ള സ്കാൽപ്പിലെ ഡാൻഡ്രഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ഇൻഫ്ലമേഷൻസ്, പിന്നെ ചൊറിച്ചില്, ഈവൻ എല്ലാ പ്രശ്നങ്ങൾക്കും ഇതൊരു പരിഹാരമാണ്. അതിൻ്റെ കൂടെ ഇപ്പൊ ഹോമിയോ മരുന്നൊക്കെ കഴിക്കുന്ന സമയങ്ങളിൽ ഈവൻ സ്കിന്നാണെങ്കിലും ഹെയർ ആണെങ്കിലും, സ്കിന്നിലും പല കാര്യങ്ങളുണ്ട്. ആർട്ടിക്കേരിയ പോലുള്ള, എക്സീമ പോലുള്ള കണ്ടീഷൻസ്, ഇതിലൊക്കെ ചൊറിച്ചിലൊരു വലിയ പ്രശ്നമാണ്. അതേപോലെ തന്നെ വയസ്സായവരിൽ വരുന്ന ഡ്രൈനെസ്, ഭയങ്കരമായിട്ടുള്ള ഡ്രൈനെസ്, നമ്മൾ മറ്റു മരുന്നുകളൊക്കെ കൊടുക്കുന്നതിനേക്കാട്ടിലും ഗുണമാണ് നമ്മൾ ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ തേച്ച് കൊടുക്കുക എന്നുള്ളത്. ഇതിനാണെങ്കിൽ അധികം സ്റ്റിക്കി അല്ല, അധികം മണമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈവൻ കുളി കഴിഞ്ഞാൽ പോലും നമുക്ക് ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ തേച്ച് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ നമ്മൾ മെഡിസിൻസ് എടുക്കുകയാണെങ്കിൽ, സാധാരണ ഞാൻ ഹോമിയോ മെഡിസിൻസ് കൊടുക്കുന്ന സമയങ്ങളിൽ അതിൻ്റെ കൂടെ സ്റ്റിറോയിഡ് ക്രീം എന്നല്ല ഒരു തരത്തിലുള്ള ക്രീമും സമ്മതിക്കാറില്ല. അപ്പം ക്രീമുകളൊക്കെ തേക്കുമ്പോൾ അത് സപ്രസ് ആയിട്ട് നമുക്ക് നമ്മുടെ മരുന്നിന്റെ എഫക്റ്റ് ശരിയായി കിട്ടാതെ പോകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ നമുക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിന്നിലാണെങ്കിലും അതേപോലെ ഹെയറിലാണെങ്കിലും ഈ ഒരു പ്രശ്നം ഒഴിവാവുകയും മാത്രമല്ല നമുക്ക് ഇത് പൂർണ്ണമായിട്ട് ആ ഒരു കണ്ടീഷൻസ്, അതായത് അസുഖങ്ങൾ, സ്കിന്നിലെയൊക്കെ പ്രോബ്ലംസ് മാറ്റി കൊടുക്കാൻ പറ്റുകയും റിക്കവർ ചെയ്യാതെ ഇരിക്കുകയും ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല ആന്റി മൈക്രോബിയൽ ആയിട്ടുള്ള ഗുണങ്ങൾ നിറഞ്ഞ ഒരു കാര്യമാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു കാര്യം എന്താണ്? ഇത് എങ്ങനെ ഉപയോഗിക്കും എന്നാണ്. ഇത് ഏറ്റവും നല്ലത് രാവിലെ വെറും വയറ്റിൽ വിശപ്പോടുകൂടി കുടിക്കുന്നതാണ്. അത് നമുക്ക് ചെറിയ ചൂടുള്ള ചായയിലോ കാപ്പിയിലോ ചേർത്ത് കുടിക്കാം, അല്ലെങ്കിൽ സ്മൂത്തികളിൽ കുടിക്കാം. വലിയ ചൂടിലൂടെ ഇത് കടത്തി വിടാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഒരു രാവിലെ തന്നെ നമ്മളിത് കുടിക്കുകയാണെങ്കിൽ ഈ ഒരു വ്യത്യാസങ്ങൾ കുറച്ച് കാലങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഓർമ്മയിലും, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ ക്ലാരിറ്റിയിലും ഹെയറിലും ഒക്കെ ഇമ്പ്രൂവ്മെന്റ് കണ്ടു തുടങ്ങുന്നതാണ്. ഇനി എന്നാണ് നമ്മൾ ഇതിനെ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് വിളിക്കുന്നത്? മറ്റു കോക്കനട്ട് ഓയിലുകളും ആണല്ലോ, ശരിയാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കോക്കനട്ട് ഓയിലുകൾ റിഫൈൻഡ് ചെയ്യുന്ന സമയത്ത് ചൂടിലൂടെയാണ് കടത്തിവിടുന്നത്. അപ്പോൾ പല കെമിക്കൽസും അതിലൂടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചൂടിലൂടെ കടത്തിവിടുന്ന സമയത്ത് പലതരത്തിലുള്ള ആന്റി ഓക്സിഡന്റുകളും നഷ്ടമാകുന്നു. എന്നാൽ ഇത് കടത്തിവിടുന്നത് കോൾഡ് പ്രസ്ഡ് ആണ്. കോൾഡ് പ്രസ്ഡ് വെർജിൻ കോക്കനട്ട് ഓയിൽ എന്നാണ് ഇതിനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കോൾഡ് പ്രസ്ഡ് ആയതുകൊണ്ട് ഒരുപാട്
ഒരുപാട് ആന്റി ഓക്സിഡന്റുകളും പിന്നെ MCT മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സും ഒത്തിരി ഇവിടെ നിലനിൽക്കുന്നു. ലോറിക് ആസിഡും ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് നമുക്ക് വളരെ എന്താ പറയാ ഒരുപാട് ഗുണങ്ങൾ ഇതിൽ വരുന്നു. പിന്നെ ഉള്ളത് എന്താണ്, നമുക്ക് ചോദിക്കാം, നമ്മൾ ഈ ചെറിയ കുട്ടികൾക്കൊക്കെ തേക്കുന്ന വെന്ത വെളിച്ചെണ്ണ, അത് പക്ഷെ സൂര്യപ്രകാശത്തിന്റെ ചൂട് കൊണ്ട് തന്നെയാണ് അത് വെളിച്ചെണ്ണ ആക്കുന്നത്, വെന്ത വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. പക്ഷെ അതും ഒരു പരിധി വരെ അതും ചൂടിലൂടെയാണ് അത് കടന്നു പോകുന്നത്. പക്ഷെ ഇതിൽ കോൾഡ് പ്രസ്ഡ് ആയതുകൊണ്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു എണ്ണയായിട്ടാണ് ഇതിനെ കരുതുന്നത് എന്നല്ല പഠനങ്ങൾ തെളിയിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്ക് പല ആവശ്യങ്ങളിലും, ഇപ്പൊ ഗട്ട് ഹെൽത്ത് ആണെങ്കിലും അതേപോലെ മുടിയാണെങ്കിലും സ്കിൻ ആണെങ്കിലും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഒത്തിരി ബെറ്റർ ആയിട്ട് കണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, കുറച്ചു കാലം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ച് നോക്കുക. അത് കഴിക്കുകയാണെങ്കിൽ രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. അതിന്റെ കൂടെ തന്നെ സ്കിന്നിലും ഹെയറിലും പുരട്ടി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്